الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധമായ പരിപാവനമായ നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന മഹത്തായ ഒരു സംഘടന, അതാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഈ രാജ്യത്തുള്ള ജനങ്ങൾ അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് മഹത്തായ ആ സംഘടന ഇവിടെ വളർന്ന് വലുതായി പന്തലിച്ച് ഒരു വലിയ വടവൃക്ഷം ആയത്. ഇത് മഹാന്മാരായ സാദാത്യങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആബിദീങ്ങൾ, ആലിമീങ്ങൾ എന്നിവരാൽ പടുത്തുയർത്തപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തൗഫീഖ് ചെയ്ത് ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിൽക്കുകയും ചെയ്യും. അതിന്റെ തണലിലായി ആഫിയത്തുള്ള ആയുസ് നൽകി ദീർഘകാലം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ആ സംഘടനയുടെ മഹത്വം, അതിന്റെ പ്രവർത്തന രീതി എത്ര അത് വിശദീകരിച്ചാലും തീരുന്ന ഒന്നല്ല. ഇപ്പോൾ പ്രത്യേകമായും ഈ മാസം ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടിൽ നടക്കുന്ന മാസമാണ്. ഈ ശവ്വാൽ 4-നാണല്ലോ ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ബർസഖിയായ ലോകത്തിലേക്ക് നീങ്ങിയത്. ആ മഹാനവറുകൾ ഈ മഹത്തായിരിക്കുന്ന സംഘടനയ്ക്ക് താങ്ങും തണലുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ ഉപദേശവും നിർദ്ദേശവും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വലിയ അടുത്ത് ബന്ധപ്പെട്ടിരുന്ന മഹാനായ ഖമറുൽ ഉലമ മഹാനവറുകളോട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിക്കുണ്ടായിരുന്ന വല്ലാത്ത ഒരു അടുപ്പവും സ്നേഹവും അതാർക്കും വിവരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകൾ വഫാത്താകുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പ് ഉസ്താദ്, അഥവാ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉസ്താദ് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു. കൂടെയുള്ള ഇസ്മായിൽ വഫ സാഹിബ്, അദ്ദേഹത്തിന്റെ വിസയ്ക്ക് 2 ദിവസം താമസിച്ചു. ബാക്കിയൊക്കെ റെഡിയായി. അങ്ങനെ ഉസ്താദ് ഇസ്മായിൽ വഫ സാഹിബിന്റെ വിസ അത് ക്ലിയറാകാത്തതിന്റെ പേരിൽ 2 ദിവസം കൊണ്ട് അവൻ ശരിയായിട്ടുണ്ട്. ശവ്വാൽ 2-ന് പോകേണ്ട ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ ആ യാത്ര മാറ്റിവെച്ചു. എന്തായിരുന്നു അതിന് പിന്നിലുള്ള രഹസ്യം? മഹാനായ CM വലിയുള്ളാഹിയെ തന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിൽ ഇറക്കി വെക്കാൻ താൻ നിശ്ചയിച്ച ആള് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദായിരുന്നു. നിങ്ങൾ നോക്കിയവർ തമ്മിലുള്ള അടുപ്പം രാഷ്ട്രീയ വൈതാളികരോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോ അവരെന്തൊക്കെ പറയട്ടെ, ഇതൊക്കെ അനുഭവങ്ങളല്ലേ. ഈ അനുഭവം നമുക്കൊരു പാഠമല്ലേ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അമേരിക്കയിൽ എത്തിയിരുന്നുവെങ്കിൽ ഈ യാത്രാ ദൈർഘ്യം കാരണം തന്നെ 2 ദിവസമെങ്കിലും മഹാനവറുകളുടെ ഭൗതികമായ ശരീരം ഇവിടെ ഭൂമുഖത്ത് വെക്കേണ്ടി വരും. ബഹുമാനപ്പെട്ടവർ അതിനെ തീരെ ഇഷ്ടപ്പെടാത്ത ആളുമായിരുന്നു. CM വലിയുള്ളാഹി അന്ന് നിർദ്ദേശിച്ചിരുന്നത്, ഞാൻ മരണപ്പെട്ടാൽ താമസിയാതെ എന്റെ ശരീരം നിങ്ങൾ ഖബറിൽ വെക്കണമെന്നാണ്. അങ്ങനെയാണ് വേണ്ടതും. പക്ഷേ AP ഉസ്താദിനെ ഈ കാര്യം ബഹുമാനപ്പെട്ടവർ ഏൽപ്പിച്ചതിന്റെ പേരിൽ AP ഉസ്താദിനെ അമേരിക്കയിൽ പോകാൻ കഴിഞ്ഞില്ല. അതിനൊരു കാരണമായിരുന്നു
ഇസ്മായിൽ വഫാ സാഹിബിന്റെ വിസക്കുള്ള 2 ദിവസത്തെ താമസം. ശവ്വാൽ 5 ഇസ്മായിൽ വഫാ സാഹിബിന്റെ വിസയും റെഡിയായി വന്നു. ശഅബാൻ 4 ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകൾ വഫാത്താകുന്നത്. നിങ്ങൾ നോക്ക്, ആത്മീയമായ നേതൃത്വത്തിന്റെ പവർ നോക്കുക. ആ CM വലിയുള്ളാഹി ആയിരുന്നു ഈ സംഘടനയെയും ആ സംഘടനയ്ക്ക് കീഴിലുള്ള നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെയും നിയന്ത്രിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ മർക്കസിന് സ്ഥലമെടുക്കാൻ വേണ്ടി, അഥവാ ഇന്ന് കാരന്തൂരിലുള്ള നമ്മുടെ ആ മെയിൻ ക്യാമ്പസിന് സ്ഥലമെടുക്കാൻ വേണ്ടി പല ഭാഗത്തും പോയി ഓടി നടക്കുകയാണ്, സ്ഥലം നോക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നോക്കി, മലപ്പുറം ജില്ലയിൽ നോക്കി, പല ഭാഗത്തും നോക്കി, വയനാട് ജില്ലയിൽ നോക്കി. ഒരു സ്ഥലത്തും അതിങ്ങോട്ട് ഒത്തുകിട്ടുന്നില്ല. വയനാട് സ്ഥലം നോക്കി ശരിയാവുക എന്ന് പറഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് മഹാനായ CM വലിയുള്ളാഹി മഹാനവറുകൾ വയനാട്ടിൽ കൽപ്പറ്റക്കടുത്തൊരു സ്ഥലത്ത് തന്റെ ഒരു മുഹിബ്ബിന്റെ വീട്ടിലുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. മഹാനായ മർഹൂം സയ്യിദ് അവേലത്ത് തങ്ങൾ, മഹാനായ മർഹൂം ശൈഖുന EK ഹസൻ മുസ്ലിയാർ മഹാനവറുകൾ, മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവர்கள், അവരോടൊപ്പം ഒരു ദീനിന്റെ ഖാദിമെന്ന നിലയ്ക്ക് അവരെ സഞ്ചി പിടിക്കാനും അവർക്കാവശ്യമായ ഖിദ്മത്തുകൾ ചെയ്യാനും സാധുവായിരിക്കുന്ന ഞാനും അന്ന് ആ വാഹനത്തിലുണ്ട്. കോഴിക്കോട് നല്ലളത്തിനടുത്ത മുണ്ടോളി ഹൈദർ ഹാജി എന്ന ഒരു സുന്നി പ്രമുഖന്റെ ഒരു വാഹനമാണെന്നുള്ളത്. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന് അന്ന് വാഹനമില്ല, EK ഹസൻ മുസ്ലിയാർക്കില്ല, പിന്നെയും ഉണ്ടായിട്ടില്ല. മഹാനായ മർഹൂം അവേലത്ത് തങ്ങൾക്കും അന്ന് വാഹനം ഇല്ല. അതുകൊണ്ടാണ് മുണ്ടോളി ഹൈദർ ഹാജിയെ ക്ഷണിച്ചത്. പല ദിവസങ്ങളിലായി പലയിടത്തും ഈ വാഹനവുമായി കറങ്ങലാണ് പതിവ്. സ്ഥലം കിട്ടിയിട്ടില്ല. മുണ്ടോളി ഹൈദർ ഹാജി ഒരു പൗരമുഖ്യനാണ്, അയാൾ ബിസിനസ്സുകാരനാണ്, പല ആവശ്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ആലിമീങ്ങളുടെ വാക്ക് തിരസ്കരിച്ചുകൊണ്ട് തന്റെ ദുന്യവിയായ ആവശ്യത്തിന് ഞാൻ ഇല്ലെന്ന് മനസ്സിലാക്കി തീരുമാനിച്ചു ആണ് ബഹുമാനപ്പെട്ട മുണ്ടോളി ഹൈദർ ഹാജി ഈ ആലിമീങ്ങൾക്ക് വേണ്ടി വാഹനം ഓടിക്കുന്നത്. അങ്ങനെ പല ദിവസങ്ങളിലായി പലയിടത്തും അവർ ചുറ്റിയെങ്കിലും സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് വയനാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചെന്ന് അവിടെയും ശരിയായില്ല. തിരിച്ചു പോരുമ്പോഴാണ് മഹാനായ ഖുത്ബുൽ ആലം CM വലിയുള്ളാഹി അവിടെ ഉണ്ടെന്നറിയുന്നത്. എന്നാൽ എ.പി. ഉസ്താദ് പറഞ്ഞു, നമുക്ക് അവരെ ഒന്ന് കണ്ടുപോകാം. എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ മഹാനായ CM വലിയുള്ള വിശ്രമിക്കുന്ന വീട്ടിലേക്ക് ഞങ്ങൾ കയറിച്ചെന്നു. ആദ്യമായി ആ റൂമിലേക്ക് കടക്കുന്നു മഹാനായ മർഹൂം അവേലത്ത് തങ്ങൾ. ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോൾ, ഞാൻ സുജൂദ് ചെയ്ത സ്ഥലത്ത് മർക്കസ് എടുക്കാം. ഉടനെ EK ഹസൻ മുസ്ലിയാരും ഉടൻ തന്നെ കയറി, അവരും സലാം പറഞ്ഞു. മറുപടി ഇത് തന്നെ. മഹാനായ ഖമറുൽ ഉലമയും ആ റൂമിലേക്ക് കയറി. ഞങ്ങൾ സലാം പറഞ്ഞു. ഞങ്ങളിങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ നോക്കി, ഒന്നും ഇതുവരെ ശരിപ്പെട്ടിട്ടില്ല. നമുക്കാണെങ്കിൽ സുന്നിയോജന സംഘത്തിന് സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് 18-ാം തീയതി അതിന് തറക്കല്ലിടുകയും വേണം. ഏപ്രിൽ 17, 18 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. 17-ാം തീയതി തറക്കല്ലിടണം. സ്ഥലം കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം പറയുന്നു, ഞാൻ സുജൂദ് ചെയ്ത സ്ഥലത്തെടുക്കാം, നിങ്ങൾക്ക് പോകാം. എ.പി. ഉസ്താദിനോട് പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞപ്പോ, ഞാൻ സുജൂദ് ചെയ്ത സ്ഥലത്തെടുക്കാം, നിങ്ങൾക്ക് പോകാം. സാധുവായിരിക്കുന്ന ഞാനും അകത്ത് കയറി സലാം പറഞ്ഞു, കൈപിടിച്ചു. മഹാനായ മുണ്ടോളി ഹൈദർ ഹാജിയും അകത്ത് കയറി സലാം പറഞ്ഞു, കൈപിടിച്ചു, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതിന്റെ സ്ഥാനധികളും നേതാക്കളുമായ ആളുകളോടാണ് പറഞ്ഞത്, ഞാൻ സുജൂദ് ചെയ്ത സ്ഥലത്തെടുക്കാം, നിങ്ങൾക്ക് പോകാം. പിന്നെ അവിടുന്ന് പോരുകയല്ലാതെ നിവർത്തിയില്ല. അവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ചുരം കഴിഞ്ഞ്
അടിവാരവും കഴിഞ്ഞ് കുന്നമംഗലത്തെത്തുമ്പോഴേക്ക് ഏകദേശം മഗ്‌രിബോടടുത്ത സമയമായിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഈ വണ്ടി ഏതായാലും കോഴിക്കോട് വന്ന് ഇവരെ ഇറക്കിവിട്ട് മുണ്ടോല ഹൈദരാബാദിക്ക് നാട്ടിലേക്ക് പോകണം. അങ്ങനെ ഒരല്പം വേഗതയിൽ തന്നെ വരുമ്പോ ഇന്ന് മർക്കസ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലമെത്തി. അപ്പൊ മഹാനായ അവേലത്ത് തങ്ങളും ബഹുമാനപ്പെട്ട അമർഹും ഈ ഹസൻ മുസ്ലിയാരും ഒരു ജീപ്പ് പോലെയുള്ള, അതായത് ഈ തകരം കൊണ്ട് ബോഡി കെട്ടിയ ഒരു ജീപ്പാണെന്നുള്ളത്, സാധാ മറ്റേ ചാർപ്പാട് കെട്ടിയതല്ല, അങ്ങനത്തെ ഒരു ജീപ്പ്. അതിന് മുന്നിൽ ഡ്രൈവറെ കൂടാതെ രണ്ടാൾക്കും ഇരിക്കാം, ഒരാൾക്കാണ് ഏറ്റവും സൗകര്യം. ഏതായിരുന്നാലും അവേലത്ത് തങ്ങളും മഹാനായ ഹസൻ മുസ്ലിയാരും മുന്നിലും സാധുവായ ഞാനും ബഹുമാനപ്പെട്ട എ പി സാഹുകൾ ബേക്കലും ഇരിക്കുക. ഞാനൊരൽപ്പം ഇങ്ങോട്ട് ബേക്കലേക്ക് തള്ളിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇന്ന് മർക്കസുള്ള ആ സ്ഥലത്തിന്റെ മർക്കസിലേക്ക് കയറിപ്പോകുന്ന ഒരു ഇടവഴി എന്നുള്ളൂ. ഇന്നത്തെ പോലെ റോഡില്ല, ഒരു ചരലുള്ള ഇടവഴി. ഒരു ജീപ്പിനൊക്കെ അങ്ങോട്ട് തന്നെ പോകാം, പക്ഷെ ഒരു ഓട്ടോറിക്ഷ വരികയാണെങ്കിൽ സൈഡ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കുടിസായ ഇടവഴിയാണ്. അവിടെ ഒരു ടിന്ന് പൊളിച്ച്, അഥവാ പണ്ട് പലചരക്ക് പീടികയിൽ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ടിന്നിലാക്കി വരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ഇന്നാണല്ലോ ഒക്കെ കൃത്യമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പാക്കിൽ വരുന്നത്. അന്നങ്ങനെ ടിന്നിൽ വന്ന് അതിങ്ങനെ അളന്നു കൊടുക്കുന്ന കാലമാണ്. അതിന്റെ ഒരു ടിന്ന് പൊളിച്ചുകൊണ്ട് അതിൽ കാറ് ഉപയോഗിച്ച് ഒരു തിരിയും തിരിയില്ല എന്ന ഭാഷയിൽ തന്നെ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന ഒരു എഴുത്തും പിന്നെ ആ വഴിയിലൂടെ ഒരു ഏറോ മാർക്കും. ഇത് ഈ ബാക്കിൽ നിന്നും സാധുവായിരിക്കുന്നു ഞാൻ കണ്ടു. അല്ല, ഇവിടെ സ്ഥലം വിൽപ്പനയ്ക്ക് നേടി കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആ ജീപ്പിന്റെ ബാക്കിൽ നിന്ന് പറഞ്ഞപ്പോഴേക്കും വണ്ടി ഏകദേശം ഇപ്പോഴത്തെ മർക്കസിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഏകദേശം ഉയരത്തിലുള്ള അവിടത്തേക്ക് എത്തിയിരുന്നു. ഉടനെ ഹൈദരാജി വണ്ടി അവിടെ കിടത്തി. കാരണം എങ്ങനെയെങ്കിലും ഈ മൂലമാരെന്ന് സ്ഥലം കിട്ടിയിട്ട് ഇതിനൊന്ന് നിങ്ങളുടെ മൂപ്പരകാലം മൂപ്പർക്ക് നടത്താൻ പറ്റും. അവിടെ നിർത്തി ഉടനെ ആ വണ്ടി റിവേഴ്സ് എടുത്തു. വലിയ തിരക്കൊന്നുമില്ലാത്ത സമയമാണ്. റിവേഴ്സ് എടുത്ത് തിരിച്ചിട്ടില്ല, റിവേഴ്സ് എടുത്തിങ്ങനെ ഒരൽപ്പം താഴോട്ട് വന്നു. ഈ ബോർഡിന്റെ അടുത്ത് നോക്കി ഏറോ മാർക്ക് കണ്ട് ആ വണ്ടി തന്നെ നേരെ കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും അങ്ങോട്ട് വിട്ട്. അങ്ങനെ വിട്ട് ചെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മർക്കസിന്റെ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരു ബോർഡ്, സ്ഥലം വിൽപ്പനയ്ക്ക് എന്നുള്ളൊരു ബോർഡ്. 54 എന്ന ഒരു ടെലിഫോൺ നമ്പർ, 2 നമ്പറേ ഉള്ളൂ. ടെലിഫോണൊന്നും ഇന്നത്തെ പോലെ പരിഷ്കരിച്ചിട്ടില്ല. ഇന്നിപ്പോ ലാൻഡ് ഫോൺ നമ്പർ തന്നെ അധിക സ്ഥലത്തും 7 ഉണ്ട്. ചിലർക്കൊക്കെ 8 ഉണ്ടോന്നും പറയാൻ കഴിയില്ല. 7 ഏതായിരുന്നാലും ഉണ്ട്. 6 നമ്പറും ഒന്നതിന്റെ കോഡ് കൂട്ടിയിരിക്കും. അതിൽ 54 എന്നൊരു നമ്പർ സ്ഥലം വിൽപ്പനയ്ക്ക് തന്നു. അവിടെ ചെന്നപ്പോ തന്നെ അതിന് പറയും ഇവരന്തല്ല. ഒറ്റ നോട്ടത്തിൽ പറയാനെല്ലാവരും ഒരന്തല്ല. കാരണം അന്നത്തെ അവിടുത്തെ അവസ്ഥ കുറ്റിക്കാടുകൾ മൂടി കല്ലുവെട്ട് കുഴി കുറച്ചപ്പുറത്ത് വേണ്ടതുപോലെ തേങ്ങയൊന്നും ചായക്കാതെ കൂരിച്ചു നിൽക്കുന്ന ഏതാനും തെങ്ങുകൾ, ഒരു വിജനമായ സ്ഥലം. സമയമാണെങ്കിലോ മഗ്‌രിബിന് ബാങ്ക് വിളിക്കാൻ പിന്നെ 10-20 മിനിറ്റേ ഉള്ളതാണ്. അപ്പൊ തന്നെ നോക്കിയാൽ ഒരന്തം കിട്ടാത്ത സമയം തന്നെയാണ്. എന്നാലും ബഹുമാനപ്പെട്ട മർഹൂം അവേലത്ത് തങ്ങളുടെ ജീപ്പിൽ നിന്നിറങ്ങി ഇപ്പോൾ പള്ളി നിൽക്കുന്ന, അഥവാ അതിന്റെ വരാന്ത നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് കുറച്ചങ്ങോട്ട് കയറി. അപ്പോ തങ്ങൾ പറയുന്നു ഇവിടെ തിരക്കില്ലല്ലോ. അപ്പൊ ഈ റോട്ടിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന മഹാനായ മർഹൂം ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയും ഒരന്തല്ല തങ്ങളെ, നമ്മൾ പോവുക. അപ്പോ തങ്ങൾ പറഞ്ഞു ഹസൻ മുസ്ലിയാർ നിങ്ങൾ ഇങ്ങോട്ട് വരും, നമുക്ക് നോക്കുക. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരുകൾ തങ്ങളിലേക്ക് ചെന്നപ്പോൾ ഹസൻ മുസ്ലിയാരും പറയുന്നു ഇവിടെ തിരക്കില്ലെന്ന് തോന്നല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വരിക, നമുക്ക് നോക്കുകയാണ്. കാരണം ഒരു ലേശം റോട്ടിൽ നിന്ന് കുറച്ചൊരു ഉയർന്ന സ്ഥലമാണുള്ളത്. എ പി ഉസ്താദും അങ്ങോട്ട് ചെന്നപ്പോ എല്ലാവരും കൂടി സമ്മതിക്കുന്നു ഇവിടെ തിരക്കില്ല. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് വിളിക്കാൻ പിന്നെ ഒരു 8-10 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ നമ്പർ നമ്മൾ കുറിച്ചുണ്ട്, എന്നാൽ നമുക്ക് ഇവരോട് ബന്ധപ്പെടാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വേഗം കുന്നമംഗലത്തേക്ക് പോയി. അവിടെ എത്തുമ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് വിളിച്ചു.
ബാങ്ക് വിളിച്ചപ്പോൾ കുന്നമംഗലത്തുള്ള പള്ളിയിൽ കയറി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് മഹാനായിരിക്കുന്ന അവേസ് തങ്ങൾ കസ്റ്റം ചെയ്യാപ്പോലുള്ള തീർത്ഥാടകർക്കൊക്കെയുള്ള ഔറാദുകളിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രം നിർവഹിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെ ഒന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞാൽ ഇപ്പത്തെ നമുക്ക് വിളിച്ച് ഫൈനലാക്കാം. ഇന്നത്തതുപോലെ ടെലിഫോൺ വ്യാപകമല്ല. ലാൻഡ് ഫോൺ നമ്പർ തന്നെ എല്ലാ സ്ഥലത്തും ഇല്ല. പക്ഷെ അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൽ എന്തായിരുന്നാലും അന്നും ഫോണുണ്ടാകുമെന്ന ധാരണയുണ്ട്. പമ്പുകളിലൊക്കെ ഒരു ഫോൺ ഉണ്ടാകില്ലെന്ന് സാധാരണയാണ്. എന്നാൽ നമുക്ക് ഈ പമ്പിൽ കയറി നമുക്ക് ഫോൺ ചെയ്യാം. അങ്ങനെ മഹാനായ മർഹൂം തങ്ങളവർകളും മഹാനായ മർഹൂം ഇ കെ ഉസ്താദ് അവർകളും ബഹുമാനപ്പെട്ട എ പി ഉസ്താദും എല്ലാവരും അങ്ങോട്ട് കയറി. ആര് ചെന്നപ്പോ അവിടെ ഒരു ഹിന്ദു സഹോദരനാണ് പമ്പ്. അദ്ദേഹം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മളെ കണ്ടപ്പോൾ ഒന്ന് ആദരിച്ച് ബഹുമാനിച്ച് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ഇരിക്കും. കാരണം പമ്പിലിപ്പോ അങ്ങനെ വലിയൊരാവശ്യം മൂല്യന്മാരും ചെല്ലേണ്ടി വരില്ല. പുറത്തുനിന്ന് എണ്ണ അടിച്ച് അങ്ങനെ പോകലാറോ എന്തായാലും വന്നതാവുമെന്ന്. ഞാനാണ് പറഞ്ഞത് ഒരു ടെലിഫോൺ ചെയ്യാനുണ്ടായിരുന്നു. പോയിക്കോട്ടെ കുശിലാരെ ചെയ്തോളൂ. പന്നിങ്ങനെ വിറകിട്ട് ഇങ്ങനെ റിങ് തിരിക്കുന്ന ആ റിങ്ങുള്ള ഫോണാണ്. എത്ര മൊത്തമുണ്ടായിരുന്നു പഴയ ഫോൺ. അപ്പോ ഞാൻ ടെലിഫോൺ ചെയ്യുന്നു. അദ്ദേഹം നോക്കി. ഞാൻ ആദ്യം 5 എന്നുള്ള ആ റിങ്ങിൽ ഒരു ചെറിയ റൗണ്ടാണല്ലോ വിരല് കൊള്ളുന്നേ, അതിൽ റിങ് വിരലിട്ട് തിരിച്ചു. രണ്ടാമത് പിന്നെ തൊട്ടടുത്ത 6ലേക്കാണ് വിരലിടുന്നത്. അല്ല, നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് വിളിക്കുന്നത് ചോദിച്ചത്. ഞങ്ങൾ 56 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ഓ, ആ നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പർ ഇത് തന്നെയാണ്. അപ്പൊ പിന്നെ ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ആ റിസീവർ അവിടെ താഴെ വെച്ച്, അപ്പോ 1-2 സ്റ്റൂളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് ഒരു കസേര ഉണ്ടായിരുന്നു, അവരവരൊക്കെ ഇരുത്തി. എന്തായാലും നിങ്ങൾ ടെലിഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് അന്വേഷിക്കാനാണ്. അദ്ദേഹം പറഞ്ഞു ഞാനിത് കൊടുക്കണില്ല, ഞാനത് കൊടുക്കുന്നില്ല. എന്ത് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം നമുക്ക് പറയാം. എന്താണ് അദ്ദേഹം വിൽക്കുന്നില്ല എന്ന് പറയാൻ കാരണം? ഈ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് എഴുതി വെച്ചിട്ട് ഏകദേശം ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 978 നാം ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ 970 അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥലം വിൽപ്പനയ്ക്ക്. പലരും വരും, പലരും നോക്കും, വില പറയും, കച്ചവടം നടക്കില്ല. അങ്ങനെ പലരും വന്ന് പറഞ്ഞതിന് ശേഷം ഇനി അദ്ദേഹം വിൽക്കുന്നില്ല എന്നാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു ഞങ്ങളത് വാങ്ങാൻ തന്നെ വന്നതാണ്, ഞങ്ങളത് വാങ്ങാൻ വന്നതാണ്. അങ്ങനെ 7 ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളതെന്ന്. 7 ഏക്കർ സ്ഥലം, 42,000 ഉറുപ്പിക ഒരു ഏക്കറിന് വില. ഒരു ഏക്കറിന്, സെന്റിനല്ല, ഒരു ഏക്കറിനാണ് വില. അങ്ങനെ 7 ഏക്കർ കൂടിയിട്ട് 7 × 4 = 28. അപ്പോൾ 2,80,000. പിന്നെ ഒരു 14,000. അങ്ങനെ 2,94,000 ഉറുപ്പിക അന്ന് ആകെ ആ 7 ഏക്കർക്ക് വില നിശ്ചയിച്ചിട്ടുള്ളൂ. പക്ഷേ പിന്നെ ലാസ്റ്റ് അത് കാശ് കൊടുക്കുന്ന സമയത്ത് പിന്നെയും അദ്ദേഹം കുറച്ച് തന്ന് അത്രയും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആ സ്ഥലം ഞങ്ങൾ വാങ്ങാം, ഞങ്ങളത് വാങ്ങാൻ വേണ്ടി വന്നതാണ്, അതിനാണ് തീരുമാനിച്ചത്. ഒരു ഡിമാൻഡ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊരു സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്നുണ്ട് കോഴിക്കോട്. ഞങ്ങൾ അതിൻ്റെ തിരക്കിലാണ്. ഞങ്ങളിപ്പോൾ ഇത് കച്ചവടമാക്കാം, ഒരു സംഖ്യ അഡ്വാൻസ് തരാം. ഞങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ പണം പൂർണ്ണമായി നൽകി അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു സൗകര്യം നിങ്ങൾ ചെയ്യണം. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു ശിലാസ്ഥാപനം ഞങ്ങളവിടെ നടത്തുന്നുണ്ട്. ശിലാസ്ഥാപനം എന്ന് പറഞ്ഞാൽ അന്നിപ്പോൾ പില്ലറിന് കുഴിയൂത്തുകയോ മറ്റോ ചെയ്തിട്ടല്ല, ഒരു ചെറിയ കുഴി കുഴിച്ച് ഒരു കല്ല് വെക്കുകയോ ചെയ്തിട്ട്, ഒരു ചെറിയ കുഴി കുഴിച്ച് ഒരു കല്ല് വെക്കുകയോ ചെയ്തിട്ടുള്ളൂ. ആ കല്ലും കൂടി മഹാനായ CM വലിയുള്ളാഹി അവിടെ സുജൂദ് ചെയ്യാൻ വരുമ്പോൾ അവിടെ വിശ്രമിക്കുന്നൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ലാണ്, അഥവാ ഒരല്പം ആ കല്ലിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് കാലം ആ പള്ളി നിൽക്കുന്നിടത്ത് ചെറിയൊരു കാടാണ്.
അവിടെ ഇങ്ങനെ ഇരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, പിന്നീട് അവിടുന്ന് പോകും. അങ്ങനെ പല പ്രാവശ്യവും അവിടെ ബഹുമാനപ്പെട്ടവർ സുജൂദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഇബാദത്ത് കഴിഞ്ഞോ അല്ലെങ്കിൽ വരുമ്പോഴോ പോകാനിരിക്കുന്ന ഒരു ചെറിയ കല്ലുണ്ട്. സാധാരണയുള്ള ചെങ്കല്ലാണ്. അവിടെ ആ പരിസരത്തൊക്കെ അന്ന് കല്ല് വെട്ടുന്ന കുഴിയുണ്ടായി. നമ്മൾ ഈ മർക്കസിൻ്റെ ഹൈസ്കൂളൊക്കെ നിൽക്കുന്നപ്പോൾ കാശ്മീർ ഹോം അതിൻ്റെയൊക്കെ താഴ്ഭാഗത്ത് അന്ന് കല്ല് വെട്ട് കുഴിയാണ്. പിന്നീട് അത് നിരത്തി JCB വന്ന് പണിയൊക്കെ എടുത്താണ് ഇപ്പം അതിൻ്റെ ഷേപ്പുകളാകെ അവിടെ മാറ്റിയിട്ടുള്ളത്. 2-3 തട്ടിലാണല്ലോ ആ സ്ഥലമുള്ളത്. ഹൈസ്കൂളിൻ്റെ ഭാഗമൊക്കെ വളരെ താഴ്ഭാഗത്താണ് അല്ലേ. മർക്കസിൻ്റെ ഓഫീസ് നിൽക്കുന്നത് കുറേ മേൽഭാഗത്താണ്. പള്ളി നിൽക്കുന്നത് അതിൻ്റെ കുറച്ചും കൂടി ഇപ്പുറത്ത് താഴ്ഭാഗത്ത്. അങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ആ സ്ഥലമുള്ളത്. അതവിടെ കല്ല് വെട്ടത് ചെങ്കല്ല് കോറിയായിരുന്നു അവിടെ കുറച്ചു കാലം. അതൊക്കെ എന്നോ നിർത്തിയിട്ടുമുണ്ട്. അതിലുള്ള ഒരു കല്ലിലായിരുന്നു ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഇരുന്നിരുന്നത് അല്ലേ. ആ കല്ല് തന്നെയാണ് മക്ക പരിശുദ്ധമായിരിക്കുന്ന ഹറം ഷരീഫിൽ നിന്നും വന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക് ഈ മഹാനവറുകൾ തൻ്റെ സർഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ആ കുഴിയിലേക്ക് എടുത്തു വെച്ച് റഹ്മാനായ റബ്ബേ ഈ തുടങ്ങുന്ന സ്ഥാപനത്തെയും ആ സ്ഥാപനത്തിൻ്റെ ശില്പിയെയും നീ വാനോളം ഉയർത്തണം തമ്പുരാനെ എന്നാണ് അവിടെ ദുആ ചെയ്തത്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ശിലാസ്ഥാപനം നടത്താൻ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണം. ഇദ്ദേഹം അതിനൊക്കെ സമ്മതിച്ചു. കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ വാക്ക് നിയന്ത്രിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ അപ്പോൾ വയനാട്ടിൽ ആ വീട്ടിൽ കിടക്കുന്ന CM വലിയുള്ളാഹി മഹാനവറുകളാണ്. അല്ലാഹു തആല കൊടുത്ത് ആ പ്രത്യേകമായിരിക്കുന്ന പദവി കാരണം. പദവി കൊടുത്താൽ എങ്ങനെയാണല്ലോ നിങ്ങളുടെ കൈയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാലും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ നോട്ടവും എല്ലാം ഞാൻ ആകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ അള്ളയാകും എന്നുള്ളതല്ല. അതിലൊക്കെ അള്ളാഹു സഹായം ചെയ്യും, നോട്ടത്തിൽ സഹായം ചെയ്യും അല്ലേ. മുഹ്യിദ്ദീൻ മാലിയിലെ അവർ ഒരു നോക്കാൽ അതിനെ അവയത്തവരുണ്ട്. ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ അത് ചിലതിങ്ങോട്ട് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് വരും. അങ്ങനെ നോക്കല്. ചിലവർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മളൊക്കെ ഒരു 10 പ്രാവശ്യം ഒരാളോട് ആവശ്യപ്പെടുന്നതിന് പകരം ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവர்கள் ഒരു പരിപാടി നടക്കുന്നിടത്തായാലും എന്നാൽ ആചാര്യ 2 ലക്ഷങ്ങൾ കൊടുക്കല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് അദ്ദേഹം പറയില്ല. കാരണം അത് ഉസ്താദിൻ്റെ വാക്കിൻ്റെ ഗൗരവം അല്ലാഹു തആല കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ അല്ലാഹു തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ വാക്ക്, പ്രവൃത്തി, കണ്ണ്, കൈ, കാല് എല്ലാം ഈ രൂപത്തിൽ അല്ലാഹു ശരിപ്പെടുത്തി കൊടുക്കും. ആ അടിസ്ഥാനത്തിൽ ഇതിനൊക്കെ അദ്ദേഹം സമ്മതിച്ചു. 5000 ഉറുപ്പികയാണ് അഡ്വാൻസ് കൊടുത്തതാണ്. അത് ഒരു വൈറ്റ് പേപ്പറിൽ, സ്റ്റാമ്പ് പേപ്പറൊന്നുമല്ല, ഒരു സാധാരണ വെള്ള പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് അവിടെ വെച്ച് തന്നെ എഴുതി. ഇദ്ദേഹത്തിന് 2 ആൺമക്കളാണുള്ളത്. അവരെ വിളിച്ചു വരുത്തി, ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു, മറ്റവരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ സ്ഥലം നാം ആ വിൽപ്പനയ്ക്ക് വെച്ച കാരന്തൂരുള്ള ആ സ്ഥലം അത് ഈ മുസ്ലിംമാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വില ഇത്രയാണ്. 5000 ഉറുപ്പിക അവർ അഡ്വാൻസ് തന്നിട്ടുണ്ട്. അവർക്കൊരു സമ്മേളനമുണ്ട്. ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അവർ കാശുണ്ടാക്കി നമുക്കതിൻ്റെ വില അവർ മുഴുവനും തരും. അതിൻ്റെ മുമ്പ് അവർക്ക് എന്തോ സ്ഥാപനം തുടങ്ങാനാണ് അവർ ഈ സ്ഥലം വാങ്ങുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു തറക്കല്ലിടപാട് നടത്തും. അതിന് എനിക്കെതിരില്ല, നിങ്ങൾക്കും എതിരുണ്ടാകാൻ പാടില്ല. ആ നിർദ്ദേശം മക്കളും അംഗീകരിച്ചു. ഇനി ഞാനങ്ങോട്ട് അഥവാ മരണപ്പെട്ടു പോയാലും ഈ ആധാരത്തിൻ്റെ ഉടമകൾ പിന്നെ നിങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ തന്ന കാശ് വെച്ച് ബാക്കിയുള്ളത് വാങ്ങി നിങ്ങൾ 2 പേരും അവർക്ക് അത് ഒപ്പിട്ട് കൊടുത്ത് അവർക്ക് നൽകണം. മക്കളും സമ്മതിച്ചു. കടലാസിൽ എഴുതി അത് റെക്കോർഡാക്കി എല്ലാവരും ഒപ്പുവെച്ച് ഒരു കോപ്പി അവരുടെ കയ്യിലും ഒരു കോപ്പി നമ്മളും വാങ്ങി സമാധാനത്തോടെ പോന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നെ സമ്മേളന പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ സമ്മേളനത്തിനും ശിലാസ്ഥാപനത്തിനും വേണ്ടി മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് മാലിക് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ കോഴിക്കോടെത്തി, കാരന്തൂരിലെത്തി. അതിലൊക്കെ ഒരുപാട് കഥകൾ വേറെയുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് എന്തായിരുന്നു അതിന് പിന്നിൽ അദ്ദേഹത്തെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്.
മദ്രാസിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്നതിന് പകരം ഹൈദരാബാദിലേക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ അതിന് പിന്നിലുള്ള കഥകളാണ്. അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇൻഷാ അള്ളാ അപ്പോൾ നമുക്കത് പറയാം. KMIC എന്ന ക്ലാസ് റൂമിൽ അത് ഞാനിതൊക്കെ വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വന്നു. 1978 ഏപ്രിൽ 17 ശരിയായ ളുഹ ടൈം, ഏറ്റവും പോരിശയാക്കപ്പെട്ട ടൈം. ആ ടൈമിൽ വളരെ ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച്, ആർഭാടങ്ങളില്ല, അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടില്ല, അവിടെ ഒരു പരിപാടിയില്ല, കുറഞ്ഞ ആളുകൾ, പണ്ഡിതന്മാർ മാത്രം, ഏതാനും ഉമറാക്കളും വിരൽ ഉണ്ടാവുന്നവർ മാത്രം ആകെ. അവിടെ വെച്ച് മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക് മഹാനവർകൾ ഒരു ദുആ ആദ്യം നടത്തി. എല്ലാ പണ്ഡിതന്മാരും ഉമറാക്കളും ആത്മാർത്ഥതയോടെ ആമീൻ പറഞ്ഞു. എന്നിട്ട് ഈ ചെറിയ ചെങ്കല്ല് ആ കുഴിയിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ടും ബഹുമാനപ്പെട്ട AP ഉസ്താദും അതുപോലെ EK ഹസൻ ഉസ്താദും അവേൽത്ത് തങ്ങളുമൊക്കെ കൂടി കൈവച്ചുകൊണ്ട് ആ ബർക്കത്താക്കപ്പെട്ട കല്ല് ഈ ബർക്കത്താക്കപ്പെട്ടവരുടെ കരങ്ങളെ കൊണ്ട് ആ കുഴിയിലേക്ക് വെച്ചു. എന്നതിന് ശേഷം രണ്ടാമത് നടത്തുന്നൊരു പ്രാർത്ഥനയാണ്. റഹ്മാനായ റബ്ബേ, ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ ശില്പിയാകുന്ന ഷെയ്ഖ് അബൂബക്കറിനെയും നീ വാനോളം ഉയർത്തണം തമ്പുരാനെ. വാനോളം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം എന്നാണ് അതിനർത്ഥം. ഇപ്പം ആകാശത്തിൻ്റെ അത്ര തന്നെ മർക്കസും ഉയർന്നു നിൽക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിങ്ങനെ ഉയർന്നു വന്ന് ഒരു 50,000 തട്ടായിട്ട് ഇങ്ങനെ ആകാശത്ത് പോയി മുട്ടുക എന്നുള്ളതല്ല. അതിൻ്റെ പ്രശസ്തി, അതിനെക്കുറിച്ചുള്ള അറിവ് ഈ ആകാശത്തിൻ്റെ താഴെ എല്ലാ ഭാഗത്തും എത്തുക എന്നാണല്ലേ. അവരെ കോടി നീളം അത്തീര ഉള്ളവരുടെ ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീര ഉള്ളവർ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആ കറാമത്ത് പറയുന്ന മാലയിൽ ഈ വരിയുള്ളതിനെ പലരും പരിഹസിച്ചിരുന്നു. പിന്നെ നമ്മൾ ആരും നിങ്ങൾ ശക്തമായ നിലക്ക് അതിനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ അത് പിന്നെ മിണ്ടാണ്ടേ ആയത് അല്ലേ. നാം മുഹ്യിദ്ദീൻ ശൈഖിന്റെ കൊടി എവിടെയാണ്? ആകാശത്തിൻ്റെ മേലെയുണ്ട്, ഭൂമിക്ക് താഴെയുണ്ടെങ്കിൽ എത്രായിരം മീറ്റർ വേണ്ടിവരും. അത് എവിടെ നിന്നൊക്കെ കാണണം? അങ്ങനത്തെ ഒരു കൊടി കാണുന്നില്ലല്ലോ എന്ന് പരിഹസിച്ചിരുന്ന വഹാബികളും മൗദൂദികളും അവരുടെ കൂട്ടാളികളുമൊക്കെ മഹാനായ പതി അബ്ദുൽ ഖാദർ മഹാനവരുടെ മുന്നിൽ ഉച്ചാനിച്ചു നിൽക്കേണ്ടി വന്നു അല്ലേ. ഖുർആൻ കൊണ്ട് മറുപടി പറഞ്ഞിട്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിം അവരോട് ചോദിച്ചു, ഓ വഹാബികളെ, നിങ്ങളിതിനെ കളിയാക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നിഷേധിക്കേണ്ടി വരും. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ആ കയറ് അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഈ കയർ എവിടെയാണുള്ളത്? എവിടെയാണ് അതിൻ്റെ തല? അതിൻ്റെ മറുതല എവിടെയാണ്? എല്ലാവരും പിടിക്കണം മുഅ്മിനീങ്ങൾ എന്നാ പറഞ്ഞില്ലേ. നിങ്ങൾ കാണുന്നുണ്ടോ? പിടിക്കുന്നുണ്ടോ? ആശയം മനസ്സിലാക്കാതെ, തഫ്സീർ മനസ്സിലാക്കാതെ, 2 ബുക്കും വായിച്ച് ഞങ്ങളാണ് മൗലവിമാരെന്ന് പറഞ്ഞ് നവോത്ഥാനത്തിൻ്റെ കള്ളപ്പേരും പറഞ്ഞ് ഇവിടെ വിലസിയിരുന്നവർ ആ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മുന്നിൽ പൂച്ചയുടെ മുന്നിൽപ്പെട്ട എലിക്കുട്ടിയെപ്പോലെ വിറച്ച് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയ അവസ്ഥ ഇടവണ്ണ അലിമ മൗലവി തന്നെ പറയുന്നു. എന്നാ മുസ്ലിയാരെ ഇങ്ങനെയാണ് വ്യാഖ്യാനമെങ്കിൽ എന്താ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും പ്രശസ്തിയും തൻ്റെ കറാമത്തും ലോകം മുഴുവനും അറിയപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ വിശദീകരണമെങ്കിൽ അതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ജാള്യതയോടെ അവർ ഇറങ്ങിയെങ്കിൽ അതാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക് മഹാനവറുകളുടെ പ്രാർത്ഥനയുടെയും ആകത്തുക. ഇത് ഇന്ന് എല്ലാ സ്ഥലത്തും അറിയപ്പെടും അല്ലേ. മർക്കസ് അറിയപ്പെടാത്ത ഒരു കൺട്രി, ഒരു രാജ്യം ഇന്ന് ലോകത്ത് ഏതാണുള്ളത്? ഉഗാണ്ടയിൽ പോയി ചോദിച്ചു നോക്ക് നിങ്ങൾ. ആഫ്രിക്കൻ വൻകരയിൽ, നൈജീരിയയിൽ, ഗൾഫ് നാടുകളിൽ, യൂറോപ്യൻ നാടുകളിൽ നിങ്ങളത് പോയി ചോദിച്ചു നോക്ക്. ഒബാമയോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒബാമ കൂടി അറിയും. അത്രയധികം പ്രശസ്തമായില്ലേ മർക്കസ്? അത്രയധികം പ്രശസ്തമായില്ലേ എന്നൊരു ശില്പി ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ. അതാണെന്ന് അദ്ദേഹം ദുആ ചെയ്തത്. എന്നിട്ട് ആ ദുആ അവസാനിപ്പിച്ചിട്ട് പറയുന്നു, ഷേഖ് അബൂബക്കർ ഇദാ റജഅത ഇലൽ മക്ക വഅന യജീഉ ലിൽ ഉംറ വഇദാ ദഖൽത മസ്ജിദൽ ഹറാം
أنا أولا يدعو عند رؤية الكعبة لهذا المركز الباني شيخ അബൂ ബക്കർ. ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാർ അവர்களെ, ഞാൻ ഈ പരിപാടിയും കഴിഞ്ഞ് മക്കയിലേക്ക് ചെന്നാൽ, അഥവാ അവരുടെ വീട് അവിടെയാണ്, രാജ്യം മക്കയാണ്, ഞാൻ ഉംറക്ക് നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോവുക. ആ ഉംറ നിർവഹിക്കാൻ വേണ്ടി ഞാൻ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും. അല്ലേ, മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലാണല്ലോ തവാഫ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധമായിരിക്കുന്ന കഅബ ഷരീഫിനെ ദൃഷ്ടിയിൽപ്പെടും. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് കഅബ ഷരീഫിനേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് പോലെയാണ്. ആ കഅബ ഷരീഫ് കണ്ടാൽ ആദ്യമായി കാണുന്ന സമയത്ത് എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹു അത് സ്വീകരിക്കുമെന്നാണ്. ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ, ഹജ്ജിൻ്റെ മാസമാണല്ലോ ഇത്, ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചങ്ങാതിമാരോടുകൂടെ കൂട്ടുകാരോടുകൂടി സംസാരിച്ച് ഉല്ലസിച്ചല്ല മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കേണ്ടത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന മഹത്തായ ആ തൽബിയത്താകുന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ശബ്ദം, അവൻ്റെ മനസ്സ്, അവൻ്റെ ശരീരം മുഴുവനും അള്ളാഹു ലയിപ്പിച്ചുകൊണ്ട് ഇപ്പോഴൊക്കെ കഅബ ഷരീഫ് കാണണമെങ്കിൽ കുറേ കൂടെ നടന്നിട്ട് വേണം. കാരണം അത്രമാത്രം പള്ളി വിപുലീകരിച്ചിട്ടുണ്ട്, തിരിഞ്ഞ് വളഞ്ഞുമൊക്കെ വേണം പോകാൻ. ആയിരക്കണക്കിന് പില്ലറുകളുണ്ട്, വലിയ വലിയ പില്ലറുകൾ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മസ്ജിദുൽ ഹറാം കാണാൻ കുറച്ചങ്ങോട്ട് എത്തുക തന്നെ വേണം. മഹാനായ സയ്യിദ് മുഹമ്മദ് മാലിക് വന്ന 978 ഈ മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു 10% പോലും അന്ന് വിപുലീകരിക്കപ്പെട്ടിട്ടില്ല. അല്ലേ, ബാബുസലാമിലൂടെ അങ്ങോട്ട് കയറി സൈ ചെയ്യുന്ന ആ ഭാഗം കൊണ്ട് മുറിച്ച് കിടക്കുമ്പോഴേക്ക് തന്നെ മസ്ജിദുൽ കഅബ ഷരീഫ് കാണും. അപ്പോൾ ആ കാണുന്ന സമയത്ത് എ.പി. ഉസ്താദിനോട് പറയുകയാണ്, ഞാൻ ആദ്യമായി കഅബ കാണുന്ന സമയത്ത് ഈ പ്രാവശ്യം ഞാൻ ദുആ ചെയ്യുക ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ഈ സ്ഥാപനത്തിൻ്റെ ബാനിയാകുന്ന, അതിൻ്റെ ശില്പിയാകുന്ന നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ നോക്കി, മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് എല്ലാവരും തലകുലുക്കി സമ്മതിക്കും. അത്രത്തോളം മർക്കസും മർക്കസിൻ്റെ ശില്പിയും ഇന്ന് ലോകത്തറിയപ്പെട്ടു. ആ മർക്കസിനും ആ മർക്കസിൻ്റെ ശില്പിയാകുന്ന എ.പി. ഉസ്താദിനും നേതൃത്വം കൊടുക്കുന്ന സംഘടന അഥവാ ബഹുമാനപ്പെട്ടവർ അതിൻ്റെ ഒരു പ്രധാന അംഗമായിക്കൊണ്ട്, അഥവാ അന്നത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണെങ്കിൽ തന്നെ കാര്യങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അവറുകളാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന് സമ്മതം കൊടുക്കുന്നു, ഒപ്പുവെക്കേണ്ടയിടത്ത് ഒപ്പുവെക്കുന്നു, നയപരമായിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്, ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ആലോചിച്ച് തീരുമാനിച്ച് മുശാവറയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എ.പി. ഉസ്താദിനോട് അന്ന് തന്നെ കെറിവുള്ള, മനസ്സിൽ അസൂയയുള്ള ചില സഹപ്രവർത്തകരുണ്ടായിരുന്നെങ്കിൽ തന്നെ മഹാനായ എ.പി. ഉസ്താദിൻ്റെ ആ ചിന്താശക്തിയും വീക്ഷണ ദൈർഘ്യവും അതുപോലെ ഉറച്ച തീരുമാനങ്ങളും അത് അവതരിപ്പിക്കാനുള്ള കഴിവും ഇവർ അംഗീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ സമസ്ത എന്നാൽ കാന്തപുരം, കാന്തപുരം എന്നാൽ സമസ്ത എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയതാണ് ഇവരെ ഇങ്ങനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ കാരണം. മുഷാവറ ചേരുമ്പോഴും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അവറുകളെയാണ് നയപരിപാടികൾ വിശദീകരിക്കാൻ ഇ.കെ. ഉസ്താദ് ക്ഷണിക്കുന്നത്. എ.പി. ഉസ്താദിനേക്കാൾ സീനിയറായ സെക്രട്ടറിമാർ അവിടെ ഉണ്ട്, മഹാനായ പണ്ഡിതവര്യനായ കൂറ്റനാട് ഉസ്താദിനെ പോലെയുള്ളവർ. ഇല്ലേ, മറ്റ് നേതാക്കളുണ്ട്, പക്ഷേ അതിൻ്റെ കോലം പോലെ, മട്ടം പോലെ എല്ലാവർക്കും ഒരു പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അതിന് എ.പി. ഉസ്താദ് തന്നെ തൻ്റെ സ്വസിദ്ധമായ പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ് നിന്ന് ആ സദസ്സിനെ മുഷാവറയെ അങ്ങോട്ട് അഭിസംബോധനം ചെയ്താൽ എല്ലാവരും അത് അംഗീകരിക്കും. അതാണ് സമസ്ത. ആ സമസ്തയുടെ നയ പരിപാടികൾ നടപ്പിലാക്കാനാണ് മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന് ശിലപാകിയത്. അതിന് വഴി കാണിച്ചു കൊടുത്ത, വെളിച്ചം കാണിച്ചു കൊടുത്ത, അതിന് അന്ന് ഹയാത്തുള്ള കാലത്ത് നിയന്ത്രിച്ചിരുന്ന, ഇപ്പോൾ മടവൂരിലുള്ള ഖബർ ഷരീഫിൽ വെച്ചും നിയന്ത്രിക്കുന്നത് മഹാനായ
മർഹൂം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ എതിരാളികളും, എല്ലാ അസൂയക്കാരും, എല്ലാ തൽപരകക്ഷികളും എല്ലാവിധ പണികളും എടുത്തിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ, അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ മർക്കസ് സഖാഫത്ത് സുന്നിയെയും സമസ്ത ജമിയത്തുലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും സമസ്തയുടെ തീരുമാനങ്ങളും അതിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ അനുശ്ചിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ആ സമസ്തയെക്കുറിച്ച് നാം കൂടുതൽ പഠിക്കണം, നാം മനസ്സിലാക്കണം. ഈ മഹാന്മാരൊക്കെ അത് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത സർട്ടിഫിക്കറ്റ് നൽകിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം, നായകത്വം എന്ന് മഹാനായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിലും ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിലുമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ അതിൽ അണിചേരുക, അതിൽ ഉറച്ചു നിൽക്കുക, ആലിമീങ്ങളുടെ വാക്ക് സ്വീകരിക്കുക, എല്ലാവരും അതിൻ്റെ പ്രവർത്തകരും പ്രചാരകരുമാവുക. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്കും കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടി മഹാനായ സിയം വലിയുള്ളാഹിയുടെ ആണ്ട് നടക്കുന്ന മാസമായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അവരെ ആ സഹായവും അവരുടെ പിന്തുണയും അവരുടെ പൊരുത്തവും നൽകി അള്ളാഹു നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല